ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ ഒരു സ്പെഷ്യൽ ചിക്കൻ പെരട്ട്, നാടൻ രീതിയിലുള്ള ചിക്കൻ പെരട്ടാണ് ഇന്നത്തെ വീഡിയോ. എളുപ്പമാണ്, വളരെ ടേസ്റ്റിയാണ്. നമുക്കതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള മുളകും മഞ്ഞളും ഉപ്പും കുരുമുളകും വെളുത്തുള്ളിയും പെരിഞ്ചീരകം ഫുള്ളായിട്ടിടും. ഇത്രയും മാത്രം ഇട്ട് നമുക്കിത് പുരട്ടി വയ്ക്കണം. വേറെ കൂടുതലൊന്നും മുളകോ തൈരോ ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. ആവശ്യത്തിനുള്ള മുളകെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെയും മുളക് ചേർക്കും, അതിനനുസരിച്ചിട്ട് വേണം ഇതിനകത്ത് മുളക് ചേർക്കാൻ. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളകും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് 1 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. ആദ്യം ഇത് ഫ്രൈ ചെയ്യാണ്. അപ്പം ഞാനിവിടെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഫുള്ള് വേവിക്കേണ്ട ആവശ്യമില്ല, ഒരു ഹാഫ് വെന്താൽ മതി. അപ്പം നമ്മൾ ഡീപ് ഫ്രൈ വേണ്ട. അതിൻ്റെ ഒരു സൈഡ് കുറച്ച് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇനിയും മറ്റേ സൈഡും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ 2 പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ പെരട്ടാണ്. പിന്നെ 1 മണിക്കൂർ റെസ്റ്റ് വെക്കുന്നത് കൂടുതലാണെന്നുണ്ടെങ്കിൽ സമയം ഇല്ലാത്തവർക്ക് നമുക്കൊരു ഹാഫ് ആൻ അവറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ ഇതിനകത്തെല്ലാം മസാലയൊക്കെ പിടിക്കും. ഒരു മീഡിയം സൈസിലുള്ള വലിപ്പം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെക്കാൻ പറയുന്നത്. എന്നിട്ട് ആ പാനിൽ തന്നെ നമുക്ക് വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കഴുകൊന്നും വേണ്ട, അതിൻ്റെ മസാലയൊക്കെയാണ് ഇങ്ങനെ കിടക്കുന്നത്. ആദ്യം വെളിച്ചെണ്ണ ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആദ്യം നമ്മൾ കരിയാപ്പില ഇട്ട് കൊടുക്കണം. വേറെ സ്പൈസസ് ഒന്നും ഇടാൻ പാടില്ല. എന്നിട്ട് സവാളയും ചെറിയ ഉള്ളിയും കരിയാപ്പിലയും കൂടി ഇട്ട് നന്നായി മൂക്കണം. നല്ല മൂക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സവാളയും ചെറിയ ഉള്ളിയും നല്ല വഴറ്റണം, എന്നാലേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. നമ്മളിവിടെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ആ സമയം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണേ. നമ്മൾ ഓൾറെഡി ചിക്കനകത്ത് ഉപ്പ് പുരട്ടിയിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. എന്നിട്ട് കുറച്ച് ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. അതിന് ശേഷം 1 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല ഇളക്കണം. ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാൻ, ഇല്ലേ കരിഞ്ഞു പോകും. അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ടൊമാറ്റോയുടെ കെച്ചപ്പില്ലേ അത് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇവിടെ ടൊമാറ്റോ അല്ല ഇടുന്നത്. ഈ ടൊമാറ്റോ കെച്ചപ്പ് ഇടുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ, നമുക്ക് വേറെ പണികളൊന്നുമില്ല. എളുപ്പമായില്ലേ, കഴിഞ്ഞില്ലേ. അതാ പറയുന്നത്, എളുപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ റെഡിയായി, നമ്മളുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒരു 10-15 മിനിറ്റ് കൂടെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. 10 മിനിറ്റ് കുക്ക് ചെയ്താലും മതി. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല, ഈ എണ്ണയിലാണ് ഈ ചിക്കനെല്ലാം കിടന്ന് വേവുന്നത്. ലാസ്റ്റ് എന്നിട്ട് നമുക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലയും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇടണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടെ കരിയാപ്പില ഇടണം. കരിയാപ്പില ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ ആദ്യം ഗരം മസാല ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ അതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അതും കൂടി ഇടണം. ഞാനിവിടെ മുളക് പൊടിച്ചിട്ടാണ് ഇട്ടത്, എൻ്റെ അടുത്ത് ചില്ലി ഫ്ലേക്സ് ഇല്ലായിരുന്നു. അപ്പം നമ്മളുടെ ഇവിടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതേപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.